മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണ ഉണ്ണിയോട് ചോദിക്കുകയാണ്, കണ്ണേട്ടൻ്റെ റൂമിലെ എ സിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കും. ആ കണ്ണേട്ടൻ്റെ റൂമിലെ എ സിക്ക് കേടുപറ്റി, അവർ മെഴുകാൻ വേണ്ടി വന്നതാണ്. എടി, നമുക്ക് ഗുണമുള്ള കാര്യമാണ്. നിനക്കറിയാലോ അമ്മയുടെ കാര്യം. അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണേട്ടനെയാണ് ഭയങ്കര ഇഷ്ടം. കണ്ണേട്ടൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ ഒരു തരത്തിലും അമ്മയ്ക്ക് ഇഷ്ടമില്ല. നമ്മൾ വെറും പുറമ്പോക്കാകും. അതുകൊണ്ട് ഈ വീട്ടിലെ നട്ടെല്ല് അവനാണ്. അതുകൊണ്ട് എ സി ഓണാക്കി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീരും. അങ്ങനെ തന്ത്രപരമായി ഞാൻ ചെയ്യുന്നത്, അത് അവർക്കും കൂടി പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും എ സി ഓണാക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. കരുണ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടാ അത് വല്ല പ്രശ്നമാവുമോ എന്ന് ചോദിക്കണം കേട്ടോ. അവർക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യും, ഞാൻ അത്രയും തീരുമാനിച്ചിട്ടാണ് ഉറച്ചിരിക്കുന്നത് എന്ന് ഉണ്ണി ഇങ്ങനെ കരുണയോട് പറയണം കേട്ടോ. പിന്നീട് ദുർഗ കുഞ്ഞിനെ കണ്ടിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ അനന്ത് ചോദിക്കും, കുഞ്ഞിനെയൊക്കെ കണ്ടോ എന്ന് ചോദിക്കും. ആ കണ്ടു എന്ന് പറയും. ലേഖ അങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അത് സാരമില്ല മോനെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഞാനിനി ആരോടും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിർബന്ധിക്കുന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കണ്ണൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എന്താ അമ്മയെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ കണ്ടോ ചോദിക്കുക. കണ്ടു, ഒന്ന് എടുക്കാൻ എനിക്ക് പറ്റില്ല കുഞ്ഞിനെ കൊഞ്ചിക്കാൻ പറയും. ആ ലേഖ സമ്മതിച്ചില്ലാലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയും. അതിലേക്ക് കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ ആയത് എന്ന് പറയും. മോനെ, ഞാൻ ഇനി ഒരിക്കലും ആ തരത്തിലൊന്നും ആവില്ല. എനിക്ക് എൻ്റെ വിശ്വേട്ടം മരിച്ചതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, നിങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല എന്നെല്ലാം അങ്ങനെ ദുർഗ പറയണം കേട്ടോ. പിന്നീട് നൂലുകെട്ട് കഴിഞ്ഞിട്ട് മോളെയും കൂട്ടിയിട്ട് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും വന്നാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. പ്രസവത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ നോക്കും. ഇതുവരെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല. ഇനി എനിക്ക് അവൾക്ക് സ്നേഹിക്കണം, എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരണം എന്നെല്ലാം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ദുർഗ പോവുകയാണ് കേട്ടോ. അതിനുശേഷം അനന്തുവിനോട് കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ആകെ മൊത്തം മാറി തോന്നണു എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, എന്തോ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ ഉണ്ണിയും കരുണയും അവിടെയുണ്ട്. അവരാണ് പറഞ്ഞയച്ചതെങ്കിലോ, ഇനി നൂലുകെട്ട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണെങ്കിലോ എന്നല്ല അവർ പറയണം കേട്ടോ. കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അച്ഛൻ്റെ മരണത്തിൻ്റെ കാര്യം അറിഞ്ഞതോടുകൂടി നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് പോയതും ലേഖ കുഞ്ഞിനെ കൊഞ്ചിക്കുകയായിരിക്കുന്നുണ്ടോ. അതേസമയം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് മഹിയോട് ഇങ്ങനെ സംസാരിക്കും, കുഞ്ഞിനെ ഒന്ന് എടുക്കാനും കൂടി വിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് നേരത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് അവൾ എടുക്കാൻ സമ്മതിക്കാത്തേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ലേഖ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് മഹിയുടെ നെറ്റിയിൽ ചന്ദനം വെച്ചത് എനിക്ക് പറ്റിയിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ കുഞ്ഞിനെ കൊടുക്കുന്നത് എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണനും മഹിയും കൂടി ഇങ്ങനെ സംസാരിക്കണം, അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയണം. അതേസമയം കരുണയും ഉണ്ണിയും അവിടെ വിഷവിത്തുക്കളുണ്ട്, അവരെൻ്റെ പ്ലാന് മറ്റേ ആയിരിക്കുമോ എന്നിങ്ങനെ പറയണം. ഒരാശ്രയം ഇല്ലാത്ത സമയത്ത് നമ്മൾ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മഹി. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, ഏതായാലും ശരി, ഇനിയിപ്പോൾ എന്തായാലും ലേഖയ്ക്ക് കുഞ്ഞിനെ വിട്ടുതരാൻ പറ്റില്ല. എന്തായാലും നമ്മളവിടെ പോയാലും അവൾ എത്രയും പെട്ടെന്ന് തന്നെ അനന്തൂനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ കാണാൻ വരും. ഇനി എന്തായാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ 2 വില്ലകൾ അടുത്തടുത്ത് തന്നെ പണിയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയുടെ സ്നേഹം സത്യമാണെങ്കിൽ അമ്മയെ നമ്മൾ വിഷമിപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഞ്ജു സാഗറും കൂടി അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. ആ സമയത്തായിരിക്കും കണ്ണൻ വിളിക്കുക, നീ എവിടെയെടി ചോദിക്കുമ്പോൾ ഞാൻ എന്താ വീട്ടിലാണ്, അമ്മ വന്നിരുന്നു എന്ന് പറയാം. ആ അമ്മ വന്നിരുന്നു, ഞാൻ എന്തായാലും അമ്പലത്തിൽ നിന്ന് കണ്ടിരുന്നു, വേണ്ട പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതാ മഹിയുടെ അടുത്ത് ഫോൺ കൊടുക്കുക എന്ന് പറയുന്നു കേട്ടോ. അതേസമയം മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയെ അങ്ങോട്ട് അടുപ്പിച്ച് പോയരുത്, അമ്മ അടവ് പറഞ്ഞിട്ട് നൂലുകെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ചേച്ചിക്ക് ഇനിയും പറഞ്ഞാൽ അറിയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് മഞ്ജു പറയണം കേട്ടോ. ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്നു പോകരുതെന്ന് അത്രയും കർശനമായിട്ട് പറയുന്നുണ്ട്. ഇനി ആ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് എന്നിങ്ങനെ പറയണം. അമ്മയ്ക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അമ്മ അവരുടെ ആങ്ങളുടെയും അവരുടെ സ്വഭാവമാണ്, അതുകൊണ്ട് ചേച്ചി എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഇനിയും അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, ചേച്ചി പോകരുത്, നൂലുകെട്ട് കഴിഞ്ഞാലും അങ്ങോട്ടേക്ക് പോകരുത്. ചേച്ചിക്ക് അനന്തുവിൻ്റെ അവിടെ ലേഖയുടെ അവിടെയുള്ള
സമാധാനവും സന്തോഷവും ഒരിക്കലും അവിടെ കിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ അമ്മയെ വിശ്വസിക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ടായിരിക്കും ലേഖ വരിക. ആരാ ഫോൺ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ആണ് എന്ന് പറയണം കേട്ടോ. ആ മഞ്ജു എന്നെയും വിളിച്ചിരുന്നു, അങ്ങോട്ടേക്ക് പോകരുത്, അതുപോലെ അമ്മയെ അങ്ങ് അടുപ്പിക്കരുത് എന്നാണ് പറയുന്നത് എന്ന് പറയും കേട്ടോ. അതേസമയം അനന്തു പറയും, നിനക്ക് എന്തായാലും ഈ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് വിട്ടയക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടല്ലേ നീ മഞ്ജുവിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് പറയണം കേട്ടോ. ഇല്ല കണ്ണേട്ട, ഒരിക്കലും അല്ല. അവരുടെ പഴയകാല അനുഭവങ്ങൾ കൊണ്ടാണ് കണ്ണേട്ടൻ തന്നെ അവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്കൊരു വിശ്വാസമില്ല. പിന്നെയാണ് ഈ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഉണ്ണിയും കരുണയുണ്ട്, അവർ നടത്തിയ നാടകമാണെങ്കിലോ എന്നെല്ലാം ലേഖ പറയുകയാണ് കേട്ടോ. എന്തായാലും ശരി, എന്തെങ്കിലും ഒരു പ്രശ്നം കുഞ്ഞിനെ എന്തെങ്കിലും അവിടെ പോയിട്ട് വന്നു എങ്കിൽ ഞാനും അനന്തേട്ടനും വന്നിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങ് എടുത്തിട്ട് വരും. നിങ്ങൾ അച്ഛനും അമ്മയായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞിനെ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് കൊലയ്ക്ക് തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഉണ്ണി അവിടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഉണ്ണി. എന്തായാലും ഉണ്ണി മുകളിലേക്ക് പോകുമ്പോൾ അവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് ഉണ്ണി ചോദിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. പിന്നെ എല്ലാം ക്ലിയറാണ്. അയാൾ എന്തായാലും വീൽ ചെയറിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡോസ് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അയാൾ ഇവിടെ വന്ന് റൂം കാണാക്കിയിട്ട് AC ഓണാക്കി കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അയാൾക്കൊന്ന് തപ്പിത്തടഞ്ഞ് വീൽ ചെയർ എടുക്കാനും കൂടി കഴിയില്ല, അതിനു മുമ്പ് അയാൾ മരിച്ചു വീഴും. സാധാരണ എല്ലാവിടെയും AC ഇങ്ങനെ സംഭവിക്കണ്ടല്ലോ, അതുപോലെ സംഭവിക്കുള്ളൂ. പിന്നെ ഇവിടുത്തെ എല്ലാ CCTV ഓഫാക്കിയിട്ടില്ലേ, പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ തപ്പിത്തിപ്പെന്നൊന്നും പറയരുത്, കാര്യങ്ങൾ ഗഡ്സായിട്ട് നിന്ന് പറയണം എന്ന് അവർ പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണി പറയണം, താഴെ ജ്യൂസും പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജ്യൂസും പലഹാരങ്ങളൊക്കെ ഒന്നും വേണ്ട, അതവിടെ ഇരിക്കട്ടെ, ആദ്യം ചെറിയൊരു അഡ്വാൻസ് അല്ലേ തന്നിട്ടുള്ളൂ, ഏതായാലും പൈസ എടുക്കുക എന്ന് പറയണം കേട്ടോ. അതേസമയം ഉണ്ണി പൈസ എടുത്തിട്ട് പറയും, ഞാൻ ഇന്ന് വരെ ഒരു കാരണത്തിന് പൈസ കൊടുത്തില്ല, ഇത് ഭയങ്കര പിശുക്കാണെന്നാണ് എന്നെ പറയാറ്, പക്ഷേ ഇതാ കാര്യം കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്തിട്ട് അവർ പോവുകയാണ് കേട്ടോ. പിന്നീട് മഹിയും കണ്ണനും കൂടി സംസാരിക്കുകയാണ്, ഇനി എന്താ ചെയ്യുക, നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോണ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുമ്പോൾ തന്നെ മഹി പറയുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാകുമോ എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ശരി, നമുക്ക് വേണ്ട പോലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്നിങ്ങനെ കണ്ണൻ മഹിയോട് പറയുകയാണ്.